ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. ഇതേ രാവിലെ തന്നെ ദേവയുടെ കുറുക്ക് കൂടിയൊക്കെ കഴിഞ്ഞ് ദേവതയെ നല്ല കളിയിലാണ് കേട്ടോ. അച്ചാച്ചൻ്റെ കൂടെയാണ് അവൻ മെയിനായിട്ട് കളിക്കാറ്. ഇവിടെ വന്ന അച്ചാച്ചനും എൻ്റെ വീട്ടിൽ വന്ന അമ്മാമ്മയാണ് അവൻ്റെ മെയിൻ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലത്തെ കുറുക്ക് കൂടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ദേവയുടെ ചോറ് കൊടുക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കലാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ. ഇവിടെ എനിക്ക് മെയിൻ പരിപാടി എന്ന് പറയുന്നത് ദേവേനെ നോക്കലാണ്. വേറെ അങ്ങനെ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ തന്നെ മെയിൻ പരിപാടി ദേവേനെ നോക്കലാണ് കേട്ടോ. അവന് ഫുഡ് ഉണ്ടാക്കുക, അവനെ കുളിപ്പിക്കുക, അവൻ്റെ കാര്യങ്ങൾ നോക്കുക, ഇതിനെന്നെ എനിക്ക് നേരം തികയണില്ല. ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, ഈ അമ്മമാരൊക്കെ എങ്ങനെയാണ് കുട്ടികളെ നോക്കലും വീട്ടുപണിയൊക്കെ കൂടി ചെയ്യണേന്ന്. എനിക്ക് ഇവനെ നോക്കൽ മാത്രമേ ഒരു പണിയുള്ളൂ ഇവിടെ. പക്ഷെ അതിന് വരെ എനിക്ക് നേരം തികയണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ദേവയ്ക്ക് കൊടുക്കാൻ പോണത് ഞവര അരിയുടെ ചോറാണ് കേട്ടോ. ഞവരയ്ക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം അവൻ അത്യാവശ്യം നന്നായി ഫുഡ് കഴിക്കുന്ന ഒരു കുട്ടിയായിരുന്നേ ഇത്രയും നാൾ വരെ. പക്ഷെ ഇപ്പോൾ അവൻ അങ്ങനെയല്ല, എല്ലാം അവനും അടുത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ പുതിയ പുതിയ റെസിപ്പീസ് പരീക്ഷിച്ച് നോക്കുകയാണ്. അതിലൊന്ന് കിട്ടിയതാട്ടോ എനിക്ക് ഈ ഞവര എന്ന് പറയണ റൈസ്. ഇപ്പം ഞാൻ അവന് ഓരോന്നും ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ റൈസിൽ തന്നെ ഞവര, പിന്നെ ജീരകശാല, പിന്നെ മട്ട, അങ്ങനെ അങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. അല്ലാണ്ട് അവൻ കഴിക്കണേ ഇല്ല കേട്ടോ. അവനെല്ലാം മടുത്തു എന്ന് തോന്നുന്നു. ഇപ്പം പക്ഷെ അങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കുന്നുണ്ട്, പുതിയ രുചികളാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ പോക്ക്. പക്ഷേ ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞ് നമുക്ക് റെക്കമെൻഡ് ചെയ്യണ സാധനങ്ങളുണ്ടല്ലോ, അതവൻ തീരെ കഴിക്കാറില്ല. എല്ലാ കുട്ടികളും വ്യത്യസ്തമാണല്ലേ. അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ പറയുണ്ടായി ഞവരയുടെ കുറുക്കൊക്കെ കൊടുക്കണത് നല്ലതാണെന്ന്. അപ്പോൾ ഞാൻ അച്ഛനോട് ഇന്നലെ ഞവര മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ചിട്ട് ഇപ്പം ഞാൻ അത് കൊടുക്കാനായിട്ട് പോവാണ്. പക്ഷേ കുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഇത് ഉണക്കി പൊടിക്കുകയൊക്കെ വേണം. പക്ഷേ നമ്മുടെ കയ്യിൽ ഫ്രഷ് ഞവരയായ കാരണം നമുക്കത് ചോറാക്കി കൊടുക്കാം. ചോറായിട്ട് കൊടുക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അരി തന്നെയാണത്, അത് കുറുക്കിയും കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ചോറാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. ഈ ഞവര ബ്ലഡ് കൂടാനും ഇമ്മ്യൂണിറ്റി കൂടാനും ഒക്കേത്തിനും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കണത്. ഏത് ഫോമിലായാലും കുട്ടികളിലേക്ക് എത്തണത് അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേ വീട്ടിലൊരു കുമ്പളങ്ങയും ഒരു തക്കാളിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവനിങ്ങനെ സാമ്പാർ കൂട്ടിയിട്ട് ചോറുണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഞവര അരി വേവിച്ചതും സാമ്പാർ പോലെ ഇത്തിരി സാമ്പാർ പൊടി ഇട്ടിട്ട് ഈ കഷ്ണങ്ങൾ വേവിച്ചതും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ അമ്മ ചാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാള വറുത്തതും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ എല്ലാം കൂടി ഞാൻ കുക്കറിൽ ഇട്ടു കേട്ടോ. ഇത്തിരി പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്, ഞവരരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞവരരി കാണാത്തവർക്കായിട്ട് ഇതാണ് ഞവരയുടെ അരി എന്ന് പറയണത്. ഇത് നമ്മൾ കഴുകി വെച്ചാൽ നല്ലതാണ്. ഇത് കഴുകാത്തതാണ്, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഇത്തിരീശ കഴുകണമെന്ന് മാത്രം. ഇത് ഞാൻ ഇന്നലെ മേടിച്ചിട്ടുള്ളേ, അതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഇത്തിരി ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി ഇട്ടിട്ട്, നമ്മൾ സാധാരണ ചോറ് ഞാൻ ഇങ്ങനെയാണ് വെക്കാറ് കേട്ടോ. അരി ഇട്ടിട്ട് ഇങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ അതുപോലെ ഞാൻ അവന് ഒരു 5-6 വിസിൽ അടിച്ച് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിലിട്ട് അടപ്പത്ത് വെക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് എൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റണത്. എന്താണെന്ന് വെച്ചാലേ ഞവരരിക്ക് നല്ല വേവുണ്ടോ, അതങ്ങോട്ട് വേവണില്ല വിചാരിച്ച പോലെ. 5 വിസിലൊന്നുമല്ല. മാത്രമല്ല നമ്മൾ ഇന്നലെ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ലല്ലോ. ഇത് അങ്ങനെ തന്നെ ഇട്ട് വേവിക്കല്ലേ. അപ്പം പിന്നെ അത് വേവാനായിട്ട് നല്ലോണം വിസിലടിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ അതേ മീനൊക്കെ ഒന്ന് മസാല തേച്ച് വറക്കാനായിട്ട് വെക്കാട്ടോ. അവൻ അത്യാവശ്യം എരിവൊക്കെ കൂട്ടും കേട്ടോ. അവൻ ആക്ച്വലി ഞാൻ സാധാരണ നമ്മൾ മീൻ വറുത്തതിൽ നിന്നൊക്കെ കൊടുത്താൽ നന്നായി കഴിക്കണതാണ്. ഇതിപ്പം ഞാൻ ജസ്റ്റ് ഇനി സാമ്പാർ പൊടി കിട്ട കാരണം അതിന് എരിവുണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനിത്തിരി എരിവ് കുറച്ച് തേക്കണത് കേട്ടോ. അല്ലെങ്കിൽ എരിവൊക്കെ കൂട്ടണോണ്ടൊന്നും അവന് യാതൊരുവിധ പ്രശ്നവും ഇല്ല കേട്ടോ. പക്ഷെ എങ്ങാനും പാളിപ്പോയാലോ അവൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷനും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു മുട്ട പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം രാവിലെ കുറുക്ക് കൊടുത്തത് അവനങ്ങനെ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മുട്ടയുടെ വെള്ള കൊടുക്കാം. അപ്പോൾ ഉണ്ണി കൂട്ടിയിട്ട് നമുക്ക്, ഉണ്ണി അങ്ങനെ വെറുതെ കഴിക്കില്ല കേട്ടോ ദേവ. ഉണ്ണി ഞാൻ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഞവരരിയൊക്കെ നോക്കിയപ്പോൾ ഉണ്ടടാ അധികം വെന്തോന്ന് ചോദിച്ചാൽ വെന്തുണ്ട്. പക്ഷേ ഈ വേവ് ദേവ അങ്ങനെ കഴിക്കില്ല കേട്ടോ. ഇങ്ങനെ കടിച്ച് ഇതാക്കണ ഒരു വേവായിട്ടുള്ളൂ ഇത്. അതുകൊണ്ട് അവൻ അങ്ങനെ അത് അങ്ങോട്ട് കഴിക്കില്ല. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, മിക്സിയിൽ അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
പിന്നെ നടന്നതെല്ലാം യാന്ത്രികമായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് എൻ്റെ അമ്മ സർപ്രൈസായിട്ട് കയറി വന്നു, ഒരാളോടൊരു അക്ഷരം പറയാണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് സർപ്രൈസായി പോയി. എല്ലാവരും ഞെട്ടി, എന്താ ഇതുണ്ടായേന്ന്. അമ്മാമ്മയ്ക്ക് ദേവനെ മിസ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നു പോയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടായി പിന്നെ വീഡിയോ എടുക്കൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മാമ്മ കൊടുന്നൊരു മസാല ദോശ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഞവരയുടെ ഇത് ഞാൻ കൊടുത്തത് ഒരു 3 മണി 4 മണിയൊക്കെ ആയിട്ട് അവൻ ഉറങ്ങി എണീറ്റിട്ടൊക്കെയാണ്. ഇത് അപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കണത്. അപ്പം ഞവരയുടെ അരി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. മിക്സിയിൽ അടിച്ച് വന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരു കഞ്ഞി ഫോം തന്നെയാണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേവതയോ ഒരു കുഞ്ഞുറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇരുന്ന് കഴിക്കലും ഒതുങ്ങിയിരിക്കലും ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെ കിടന്ന് നടക്കും, നമ്മൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കും, അതുതന്നെയാണ് പതിവ്. ഒരു 7-8 മാസം വരെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇവനെ നമുക്ക് നോക്കാനായിട്ട്. 8 മാസമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര കുറുമ്പായി പോയി. ഇപ്പം ഭയങ്കര കുറുമ്പാണ് കേട്ടോ, തീരെ പറ്റണില്ല ഇവനെ നോക്കാനായിട്ട്. എത്ര പേര് വേണമെന്ന് വെച്ചിട്ടാ, എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെ ആവില്ലേ. എന്നാലും ഒരു വലുതാവുമ്പോൾ നമ്മൾ ഈ കുറുമ്പൊക്കെ അങ്ങോട്ട് മിസ് ചെയ്യൂലേ.